ആപ്കി അദാലത്തിൽ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി മേലെയുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ ജനങ്ങളെ ദേഷ്യപ്പെടുത്തുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിലുള്ളവർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ തെറ്റായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതായത് സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേ പോകുന്നു, ഡീസലിന്റെ വില കുറയുന്നു, വെള്ളത്തിന്റെയും കറണ്ടിന്റെയും റേറ്റ് കൂടി, പക്ഷേ സാധനങ്ങൾ കിട്ടാനില്ല. ഇപ്രാവശ്യം മദ്യത്തിന്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, അതിന്റെ റവന്യൂയും കൂട്ടിയിട്ടുണ്ട്, വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ചാൻസും കൊടുത്തിട്ടുണ്ട് സാർ. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പുതിയ എക്സൈസ് പോലീസുകാരെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാരണം ജനങ്ങൾ ദേഷ്യപ്പെടില്ലേ? ലോക്കലിലുള്ള ചില യൂണിറ്റ്സ്, ലോക്കലിൽ ചില ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടല്ലോ, പാടത്തിൽ നടക്കുന്ന ചില ഉൽപ്പാദനങ്ങളൊക്കെ അവർ ചില ഉൽപ്പത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അധികരിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് നോക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. താങ്കൾ മറ്റൊരു നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എക്സാമിൽ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിന് പെനാൽറ്റി ഈടാക്കുമെന്നും പറയുന്നു. നിയമങ്ങൾ നല്ലതാണ്, പക്ഷേ ഇതിന് താങ്കൾ നൽകുന്ന ശിക്ഷ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. രജത് സാർ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ഒറ്റ കാര്യം തോന്നുള്ളൂ, ഞങ്ങൾ എല്ലാ കാര്യവും നല്ലപോലെ ആലോചിച്ച് തീരുമാനിക്കത്തുള്ളൂ എപ്പോഴും. അതായത് ഞാൻ എടുത്ത ഈ തീരുമാനം ഇത് നമ്മുടെ ഉത്തരാഖണ്ഡിനെ നല്ല രീതിയിലൊന്ന് മാറ്റാൻ തന്നെയാണ്. ഈ ചീറ്റിംഗ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു കുറ്റമാണല്ലോ ഈ അലിഗേഷൻ. ഈ പണിയൊക്കെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഉത്തരാഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ സഹോദരികളൊക്കെ എല്ലാ എക്സാംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ജോബ് എക്സാംസിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയും അവരവരുടെ മകനെയും മകളെയും പഠിപ്പിക്കാനായിട്ട് വലിയ ആൾക്കാരാക്കാനായിട്ടും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ലാത്ത കഷ്ടങ്ങൾ കഴിഞ്ഞാണ് വരേണ്ട ആവശ്യമുള്ളത്. ചിലർ പാല് വിൽക്കുന്നുണ്ട്. ആ പാല് വിൽക്കുന്ന മൂലമാണ് ശരിക്കും കൊച്ചിൻ്റെ ഫീസ് പോലും കെട്ടുന്നത്. അവർ കിട്ടുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്ത് പച്ചക്കറികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുവാണ്. വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. വല്ലാണ്ട് കഷ്ടപ്പെട്ട അവരുടെ പിള്ളേരൊക്കെ പഠിക്കാൻ അയക്കുന്നത്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട്സ് വരുന്ന സമയത്ത് അവരുടെ ഒന്നും പേര് ഒരിടത്തും വരുന്നതില്ല. അവർക്ക് എല്ലാവിധ കേപ്പബിലിറ്റീസ് കൊണ്ട് അവർ നല്ലപോലെ പഠിക്കുന്നവരാണ്. അവരുടെ കടമകൾ എന്താണോ എല്ലാവരും ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എന്താ അവരുടെ പേര് വരാത്തതെന്ന് വെച്ചാൽ, എക്സാമിൽ അവരൊക്കെ പഠിച്ചിട്ട് പോകുന്നു, പക്ഷേ മറ്റുള്ളവരൊക്കെ ചീറ്റ് ചെയ്താണ് എഴുതുന്നത്. ചിലയിടത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പോലും ലീക്കാവുന്നു. പെൻഡ്രൈവ് വെച്ച് പോലും ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. എക്സാം മുഴുവനും ആദ്യം തന്നെ അവർ സെറ്റ് ചെയ്തേക്കുവാണ്. സോ ഇതൊക്കെ വളരെ കഷ്ടമുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഉത്തരാഖണ്ഡിലുള്ള ആൺപിള്ളേരുടെ മനസ്സൊക്കെ വല്ലാത്ത രീതിയിൽ കഷ്ടപ്പാടാണ്. ഓരോ പിള്ളേരുടെ മേത്തും വിശ്വാസമുള്ള പാരൻസിൻ്റെ ഒരു അവസ്ഥ സാർ ഓർത്തു നോക്കണം. ഇതൊക്കെ കള്ളവും കൊലപാതകവും എല്ലാം ഒരുപോലത്തെ ഒരു കാര്യമാണ് ഇതും. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നു. ഈ കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, ഇതിൽ ഞാൻ എന്തോ ഒരു എതിർത്താലും കുഴപ്പമേ ഇല്ല എനിക്ക്. ഞാൻ ഈ പിള്ളേരുടെ ഫ്യൂച്ചർ ഒരിക്കലും നശിക്കാനായിട്ട് ഒരു സഹായമായിട്ട് കൂട്ടു നിൽക്കത്തേ ഇല്ല. ഇതിനുവേണ്ടി ബലമുള്ള ഒരു റൂള് ഞാൻ കൊണ്ടുവന്നേ തീരും. ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ട്രോങ് ആയ റൂള് ഞാനാണ് കൊണ്ടുവന്നത്. ഇതിൽ ജീവപര്യന്തം കിട്ടുന്ന ഒരു റൂളും ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. ഈ നാട് മുഴുവനും. അതിനുശേഷം അവരുടെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം ഇതിനു മുൻപ് പെണ്ണുങ്ങളായാലും ശരി ആണുങ്ങളായാലും ശരി അവരെന്തൊരു എക്സാം എഴുതിയിരുന്നാലും അതിലൊന്നും ഒരു സെലക്ഷനും കിട്ടാണ്ടാണ് ഇരുന്നത്. ഇന്നൊരു 4 എക്സാമിലാണ് എളുപ്പത്തിൽ സെലക്ട് ആവുന്നത്. ആരൊക്കെയാണോ ആദ്യം തൊട്ടേ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് അതിന് ഏറ്റവും എഴുതിയിട്ട് അതിനൊരു പ്രോപ്പർ റിസൾട്ട് വരാണ്ടാണ് ഇരുന്നത്. പക്ഷെ മറ്റുള്ളവരുടെയൊക്കെ നമ്പർ വന്നു. 6 ലക്ഷത്തിനും മേലെയുള്ള സ്റ്റുഡൻസ്, 6 ലക്ഷത്തിനും മേലെയുള്ള യൂത്ത് പിള്ളേരാണ് എക്സാമിൽ പങ്കെടുത്തിരുന്നത്. എല്ലാവരുടെ മനസ്സും നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട്. താങ്കൾ ചീറ്റിംഗ് നിർത്തിയത് കൊണ്ട് എക്സാമിൽ പങ്കെടുക്കുന്നത് പലരും നിർത്തിയെന്നാണ് കേട്ടത്. ഉണ്ടാകാം, ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചീറ്റിംഗ് ചെയ്യുന്നതിൽ സ്റ്റുഡൻസ് മാത്രമല്ല ഉത്തരവാദി. അതിൽ ടീച്ചേഴ്സ് ഉണ്ട്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും ഇൻവോൾവ് ആയിരിക്കുകയാണെന്ന്. ഒരു വലിയ സിസ്റ്റം ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലാവാൻ തോന്നുന്നു. ഞങ്ങൾ ഈ ആൻറ്റി ചീറ്റിംഗ് ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലത്തെ ചീറ്റിംഗ് ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു വലിയ സിസ്റ്റമിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ എതിർത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ അമ്മ അനിയത്തിമാരുടെയൊക്കെ ആശീർവാദം കൊണ്ട്, പിന്നെ ജനങ്ങളുടെ ആശീർവാദം കൊണ്ടും ഞങ്ങൾ ചീറ്റിംഗ് മുഴുവനും നിർത്തിയിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് ഞങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരും പറഞ്ഞോ ഇത് ഞങ്ങൾക്കൂടെ പറഞ്ഞതാ, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന്? അതെ, ഒരുപാട് ഡിസ്ട്രിക്ട്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ,
നാടിന്റെ പാർലമെന്റിലും മറ്റേ ആന്റി ചീറ്റിംഗ് ഞാൻ കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ ഒരു നിയമം ഉണ്ടാക്കുന്നു. അത് UCC ആണെങ്കിലും അല്ലെങ്കിൽ ചീറ്റിംഗ് നിയമം ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് ഫോളോ ചെയ്യുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്ഥലമായ ഹിമാലയാസ് ഉണ്ട്. ഇവിടുന്ന് എന്ത് പണി ആരംഭിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പണിയും എന്റെ എളുപ്പത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആശീർവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഈ നിയമം കൊണ്ടുവരാൻ താങ്കൾക്ക് നിയമത്തിലുള്ള പരിജ്ഞാനം സഹായമായെന്ന് തോന്നുന്നു. കുറച്ച് ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഉത്തരാഖണ്ഡില് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അവിടെയുള്ള യങ്സ്റ്റേഴ്സ് IITയും NITയും ഒക്കെ വിട്ടിട്ട് ആർമിയിലേക്ക് ചേരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ട്രെൻഡ് കുറഞ്ഞതുപോലെയുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ അഗ്നിവീൽ സ്കീം ഉണ്ടല്ലോ. ഈ സ്കീം മുഖേന എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ ഇപ്പോഴാണ് അഗ്നിവീർ സ്കീമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അഗ്നിവീറിന്റെ എക്സാംസ് എല്ലാം തന്നെ ഈ എക്സാംസ് എല്ലാം റിക്രൂട്ട്മെന്റിന് വേണ്ടി മാത്രമാണ്. ഗുരുദ്വാറില്, ബൺബസാല്, പിതാവറില് ഈ സ്ഥലങ്ങളിലൊക്കെ റിക്രൂട്ട്മെന്റ് എക്സാംസ് സംഭവിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇതിനെ റിക്രൂട്ട്മെന്റ് മേളയെന്നൊക്കെ ഞങ്ങൾ പറയും. ഇതില് വലിയ നമ്പേഴ്സിലാണ് ജനങ്ങൾ വന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ വന്നു. നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യത്തിൽ സത്യമാണ്. ഇപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് കോളേജസ് തുറന്നിട്ടുണ്ട്. ആ ഫീൽഡിൽ തന്നെ അവർ പോകുന്നുണ്ട്. പക്ഷേ ആർമി എന്ന് പറയുന്നത് അതായത് എന്താണെന്ന് വെച്ചാൽ മലപ്രദേശത്തിലുള്ള ആൾക്കാർക്ക് ജോലി മാത്രമല്ല, അവർക്ക് ദേശഭക്തിയും കുറച്ച് കൂടുതലാണ്. ദേശഭക്തിക്ക് വേണ്ടി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ പൊക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അഗ്നിവീർ സ്കീമിലും അതിന് വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നോക്കുന്നത് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കഷ്ടമായി. അത്രയും ആൾക്കാരുണ്ട് ശരിക്കും അവിടെ. സോ അഗ്നിവീർ എന്ന് പറയുന്ന ആ കാര്യം, അഗ്നിവീർ സ്കീം വളരെ നല്ലതാണ്. അതിൽ ഒരുപാട് പേർക്ക് ഫലവും കിട്ടി. പൊളിറ്റിക്കലി ഇപ്പോഴും ധാരാളം പേർ, അതായത് കോൺഗ്രസിലുള്ളവർ പറയുന്നത് ഈ അഗ്നിവീർ അത് കാരണം യുവാക്കളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. ഈ 4 വർഷത്തിന് ശേഷം അവരുടെ ഭാവി തന്നെ ഇല്ലാതാകുമെന്ന്. ഇതാ നോക്കൂ, 4 വർഷത്തിന് ശേഷം അവർക്ക് നല്ല ഭാവി ഉണ്ടാവും. അതിലും ചില പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആര് ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നോ, ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ആരൊക്കെ അഗ്നിവീർ ടെസ്റ്റ്, ആരൊക്കെയാണ് അഗ്നിവീറിന്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നത്, അവർക്ക് ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇമ്പോർട്ടൻ്റ് ആയ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഞങ്ങൾ അവർക്ക് ചാൻസ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എവിടെ വേണമെങ്കിലും അവർക്ക് പണിയെടുക്കാം. അതിനുവേണ്ടിയുള്ള സ്കിൽസ് പഠിക്കാനായിട്ടുള്ള സ്ഥലവും ആയിരിക്കും ഇത്. മറ്റൊരാൾ കൂടി ചോദ്യം ചോദിക്കാം. നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഉത്തരാഖണ്ഡിനെ 2025 മുന്നേ ഡ്രഗ് ഫ്രീ സ്റ്റേറ്റ് ആക്കി മാറ്റുമെന്ന്. ഇപ്പോൾ 2024 ആയി കഴിഞ്ഞു. ആ ഒരു മിഷൻ നിങ്ങൾ എത്രമാത്രം സക്സസ്ഫുൾ ആയി ചെയ്തു? ഇത് ഞാൻ ചോദിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്നാൽ, ഇന്നത്തെ യുവാക്കളെല്ലാം ഋഷികേശിലേക്ക് പോകുമ്പോൾ, അതായത് അവിടെ ടൂറിനൊക്കെ പോകുമ്പോൾ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങൾ അവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇത് ഒഴിവാക്കാൻ നിങ്ങൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്? നിങ്ങൾ ചോദിച്ചതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഞങ്ങൾ 2025 ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ സിൽവർ ജൂബിലി ഇയർ ആണ്. ആ ഇയർ വരുന്നതിനിപ്പുറം ഞങ്ങളുടെ സ്ഥലം ഡ്രഗ്സ് ഫ്രീ സ്ഥലമായി മാറും. ഇതാണ് ഞങ്ങളുടെ ഒറ്റ ടാർഗറ്റ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും മീറ്റിംഗ് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഹരിദ്വാനിലും ബോധ്വാനിലും 2 സെൻറ്റർ വെച്ചിട്ടുണ്ട്. ദെഹ്റാദൂണിലും ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് തുറന്നത്. അത് മാത്രമല്ലാണ്ട് ദെഹ്റാദൂണിൽ ഓരോ വർഷവും ഇന്ത്യൻ കോർട്ടിന്റെ സപ്പോർട്ട് മൂലവും NCB മീറ്റിംഗ് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ മീറ്റിംഗിലും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. ഇതിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്ഷനാണ് എടുക്കുന്നത്. അത് മാത്രമല്ലാണ്ട് ഡ്രഗ് മാഫിയാസ് അതൊക്കെ കണ്ടെത്തി ഞങ്ങൾ ഒരുപാട് ആക്ഷൻസ് എടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഞങ്ങളുടെ ബോർഡേഴ്സിൽ റെയിലിൽ നിന്ന് UPയുടെ ബോർഡേഴ്സ് ഉണ്ട്. ഇവിടെ സാരൻപൂരിലുണ്ട്, പിന്നെ ബിജ്നൂറിലുണ്ട്, പിന്നെ മുറാദാബാദിലുണ്ട്. നേപ്പാളിലിരുന്ന് പോലും വലിയ ലിസ്റ്റിൽ നടക്കുന്ന ഡ്രഗ് സ്ട്രെയിൻ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ഡ്രഗ് സ്ട്രെയിന് പൊട്ടിക്കാനായിട്ട് ഇതിനുവേണ്ടി ആന്റി ഡ്രഗ്സ് ഓഫീസേഴ്സ് ഒരുപാട് പേര് ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഇത് നിൽക്കത്തില്ല. ഈ പണി ഞങ്ങൾ തുടങ്ങിയത് തീർത്തട്ടെ അടങ്ങത്തുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ മാത്രമേ താങ്കളുടെ പക്കലുള്ളൂ, അതോ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പദ്ധതികളും ഉണ്ടോ? ഇല്ല, ഇതിനൊപ്പം ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാംസും നടത്തിക്കൊണ്ടായിരിക്കുന്നത്. സ്കൂൾസിൽ, കോളേജസിൽ, അതിലും കറക്റ്റായിട്ട് പറയണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും. ഈ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഇതിൽ ജോയിൻ്റ് ചെയ്ത് നൂഡിലാക്കിയിട്ടുണ്ട്. 2 ഡിപ്പാർട്ട്മെന്റ് ഇതിൽ കൂടെ ചേർന്ന് പണിയെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തിട്ടുള്ള എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇതിന്റെ അവയർനെസ് പ്രോഗ്രാംസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയേണ്ട പ്രോഗ്രാംസും സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ വേരോടെ പിഴുതെടുക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പക്ഷേ ഇത് ഉത്തരാഖണ്ഡിന് മാത്രമല്ല, ശരിക്കും ഈ മുഴുവൻ നാടിന് ഇത് വളരെ അത്യാവശ്യം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഉത്തരാഖണ്ഡിന്റെ ഒരു ഫേമസ് സോങ് ഉണ്ടല്ലോ, ബേഡോ മാക്കോ എന്ന സോങ്. അത് നിങ്ങൾ പാടി കേൾക്കാൻ ആഗ്രഹമുണ്ട് സാർ. എല്ലാ ഉത്തരാഖണ്ഡുകാരും നിങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണ് സാർ. എന്റെ ഒപ്പം നിങ്ങളൊപ്പം പാടുമോ? തീർച്ചയായിട്ടും സാർ. बेड़ू पाको बारमासा
बेड़ू पाको बारमास नरण का फल पाको चैत मेरी सैला नरण का फल पाको चैत मेरी सैला താങ്ക് യു സോ മച്ച് സർ.